അയ്യോ, എന്തു പറ്റി നിത്യ? വയറ് വേദനിക്കുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് വിടും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പെട്ടെന്ന് പോട്ടെ ചേട്ടാ. എനിക്കിപ്പോ ആശ്വാസമുണ്ട്, നമുക്ക് പോവാം. ഏയ് വെറുതെ റിസ്ക് എടുക്കണ്ട. എന്താ പ്രശ്നം നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം. എങ്കിൽ നിങ്ങൾ പൊക്കോളൂ, ഓഫീസിൽ ലേറ്റ് ആവണ്ട, ഞാൻ പൊക്കോളാം. ഏയ് ഞാനും കൂടെ വരാം, ഇവര് പോയിക്കോട്ടെ. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്റെ അച്ഛനെ. എങ്കിലും താൻ തനിച്ച് പേടിക്കണ്ട, ആൽ മാനേജ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എത്ര നേരമായി വിളിച്ചിട്ട്? എവിടെ പോയി കിടക്കായിരുന്നു? റെഡി ആയിട്ട് വരണ്ടേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ആരെങ്കിലും കാണും, നമുക്ക് എവിടെയെങ്കിലും പോവാം. എന്താ ആദ്യമായിട്ടാ നിത്യേന്റെ ബൈക്കിൽ കയറുന്നേ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും അവന്റെ ഒരു റൊമാൻസ്. വണ്ടി എടുക്ക്. എവിടെ പോവാം? എങ്ങോട്ടെങ്കിലും പോവാം. പാർക്കിൽ പോയാലോ? പാർക്കിലും ബീച്ചിലൊന്നും പോകണ്ട, അച്ഛൻ വരാത്ത എവിടേക്കെങ്കിലും. എന്താ? തന്റെ അച്ഛനെങ്ങാനും പുറകെ വരുന്നുണ്ടോ നോക്കിയതാ. കളിച്ചോണ്ടിരിക്കാതെ വേഗം പോ. ഒരു സ്ഥലമുണ്ട്, പക്ഷെ കുറച്ച് ദൂരെയാ. ദൂരെയാ നല്ലത്. വണ്ടി എടുക്ക. ഇറങ്ങിക്കോ, ഇപ്പൊ വരാം. ചേട്ടാ, 2 ലേസ്, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു ബോട്ടിൽ വെള്ളവും. കിരൺ, അത്രയൊക്കെ മതി. ഒരു 1/2 ലിറ്ററിന്റെ പെപ്സിയും കൂടെ. എത്ര ചേട്ടാ? 280. 280. ഒരു കുർക്കുറയും കൂടെ എടുത്തു. ഇപ്പൊ എത്രയായി? 300. ദാ നിനക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാലേ? ഞങ്ങൾ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അധികം ആളുകളുടെ ശല്യമില്ലാത്ത സ്ഥലമാ, പക്ഷെ ഫോറസ്റ്റ് ഗാർഡ്സ് കണ്ടാ ഓടിച്ചുവിടും. അപ്പൊ ഇത് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ? ഏയ്, ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ദേ ആ കാണുന്ന കൊടും കാടാ. എന്തൊരു ഭംഗിയാലേ. ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തൂടെ? ലൈക്ക് ബോട്ടിംഗ്, ട്രെക്കിംഗ്, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. എന്തായാലും വന്ന സ്ഥലം കൊള്ളാം. നിന്റെ മൂടാകെ ചേഞ്ച് ആയല്ലോ.
നീ എന്തിനാ നേരത്തെ ടെൻഷനായത്? അച്ഛൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പുതിയ അലയൻസ്. അച്ഛൻ സീരിയസ് ആയി പ്രൊസീഡ് ചെയ്യാം. ഇന്ന് വൈകിട്ട് അവർ വരും എന്നെ കാണാൻ. വെറുതെ ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവില്ല. അച്ഛന്റെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പായി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ എന്തിനാ ഓടി ഒളിക്കുന്നേ? രജിസ്റ്റർ മാരേജ് ചെയ്യാം. അച്ഛന്റെ മുന്നിൽ തന്നെ ധൈര്യമായിട്ട് ജീവിക്കാം. എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്ത് പറയാനാ? ഇതിലേതായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാത്ത അതല്ല, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കോൺഫിഡൻസ് ഒക്കെ തീർന്നു. നീ വിചാരിച്ചാ നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയില്ല? അത് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അച്ഛൻ ഭയങ്കര അഡമന്റാ. നിന്നെ അച്ഛന് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, അങ്കിള് കൊണ്ടുവരുന്ന ആളെ നീ ഒന്ന് കണ്ടു നോക്ക്. എന്തിനാ? എനിക്ക് പറ്റില്ല. ആദ്യം ഞാൻ പറയുന്ന കേക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ കുറെ തവണയാവുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും മതിയോ? പിന്നെ ഒറ്റ മോളായതുകൊണ്ടാ അവർ നിന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺഡ് ആവുന്നത്. എങ്കിലും നിന്റെ സന്തോഷം അച്ഛൻ നോക്കില്ലേ? ഈ കാണുന്ന ബഹളമൊക്കെ ഉള്ളൂ. നിന്റെ അച്ഛൻ വെറും ശുദ്ധനാ. നീ എന്താണ് ഇത്രയ്ക്ക് പാവമായത്? അച്ഛൻ പറഞ്ഞ പോലെ നിന്നേക്കാളും സുന്ദരനായ ഒരാളെ കണ്ട് ഞാൻ മയങ്ങിയാലോ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? അതൊരിക്കലും സംഭവിക്കില്ല. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആ കാണുന്ന ഐലൻഡിൽ ഞാനും നീയും മാത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര രസായിരിക്കും. അതിനിവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ കുറച്ച് റൊമാൻറ്റിക് ആവ്. ചുറ്റും വെള്ളം, നടക്ക് നീയും ഞാനും മാത്രം. ഓ, ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഏയ്, എങ്ങോട്ട് പോവാ? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. ഏയ് കിരൺ, ഇവിടെ വാ. എന്താ നോക്കുന്നേ? കിട്ടി, വാ. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, നമുക്ക് ഇതിൽ അങ്ങോട്ട് പോവാം. നല്ല ചങ്ങാടവാ, ആരും കാണാതിരിക്കൊണ്ട് ഒളിപ്പിച്ചിട്ടേക്കാ. വേവാ, ഇത് പിടിക്കേ, നമുക്കിത് വെള്ളത്തിൽ ഇറക്കാം. പെട്ടെന്ന് വാ. ധൈര്യമായിട്ട് കയറിക്കോ, എനിക്ക് നീന്തൽ അറിയാം. അതിന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ. വലിയ ധൈര്യശാലിയല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു പേടി? വാ, കേറ്. വാ, വന്നോ. കൈ പിടിച്ചോ. ആ, കേറ്. ആ. ഒരുപക്ഷെ ഈ ഐലൻഡിൽ കാലുകുത്തുന്ന ആദ്യത്തെ ആളുകൾ നമ്മളായിരിക്കും അല്ലേ? നല്ല തണുപ്പല്ലേ?
പരസ്പരം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ സൗന്ദര്യം ആസ്വദിക്കാനാവില്ല അല്ലേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ലേറ്റായ അങ്കിൾ ടെൻഷൻ ആവില്ലേ? പോകണ്ട നമുക്ക്. കുറച്ചു നേരം കൂടി ഇരിക്കാം. What a romantic spot. ഈ മരത്തോട് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ബാഗ് ഇതിനകത്ത് എന്തു വരും? നീ എന്തേ കാണിക്കുന്നേ? ഇതൊന്നും എടുത്തറിഞ്ഞത് പോകുന്നു തോന്നുന്നില്ല. അഥവാ പോയാൽ തന്നെ ചങ്ങാടില്ലാതെ എങ്ങനെ അവിടെ എത്തും? അയ്യോ അയ്യോ, ചങ്ങാടം അതോടെ പോയി. നമ്മളിനി എന്ത് ചെയ്യും? ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്ക്. ഓഫീസിലോ ഫ്രണ്ട്സിനോ ആരെങ്കിലും വിളിച്ചിട്ട് വന്ന് രക്ഷിക്കാൻ പറ. ഓഫീസിൽ ആരെയും വിളിക്കാൻ പറ്റില്ല. 3-4 സർവീസ് ഉണ്ടെന്നും പറഞ്ഞാ മുങ്ങിയത്. വേറെ ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ എന്തു പറയും? സർവീസിന് വന്നാന്ന് പറഞ്ഞാ മതി. നിങ്ങളൊക്കെ ആരാ? ആരോട് ചോദിച്ചില്ല അങ്ങോട്ട് പോയത്? ചേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ചേട്ടാ, താഴെ ഒരു മുതല. ചേട്ടാ എങ്ങനെയെങ്കിലും ഇതൊന്ന് പിടിക്കോ ചേട്ടാ, പ്ലീസ്. എന്താ മുതലേട്ടാ? മുതല മുതല. രാവിലെ ഓരോ ശല്യങ്ങള്. ഈ മുതലെവിടുന്ന് വന്ന്?
ഹലോ ഫ്രാൻസിസ് സാറല്ലേ? സാർ ഞാൻ ഗോപാലനാ, ഓൾഡ് ഗസ്റ്റ് ഹൗസ് എന്നാ. സാർ ഇവിടെ രണ്ടുപേര് നമ്മളെ ഫോറസ്റ്റ് സൈഡിലെ ഐലൻഡ് കുടുങ്ങി പോയിട്ടുണ്ട്. അവിടെ ഒരു മുതലയുണ്ട് സാർ. ആ സാർ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവരൊരു ഉണങ്ങിയ മരത്തിൻ്റെ മേലെ കയറി ഇരിപ്പുണ്ട്. പക്ഷേ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ ആ ശരി സാർ, ഞാൻ പോലീസിന് വിവരം അറിയിക്കാം. സാർ ഉടനെ എത്തുമല്ലോ? ശരി സാർ, ശരി, ഓക്കെ. ആ അമ്മാവനെയും കാണുന്നില്ലല്ലോ. അവിടെ കുറച്ച് ആളുകൾ. അവര് നമ്മളെ തന്നെയാ നോക്കുന്നത്. വേണ്ട, വിളിക്കണ്ട. അവരെന്തോ പ്ലാൻ ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാം? അതാ അവിടെ അത് കണ്ടു. സാറ് താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? അവരിവിടെ വന്നതും വെള്ളത്തിൽ ഇറങ്ങിയതൊന്നും താൻ കണ്ടില്ലേ? ഞാനിവിടെ അടുക്കളയില്. പിന്നെ എങ്ങനെ അവരവിടെ പോയി? അത് നമ്മുടെ പഴയ ചങ്ങാടത്തിനായിരിക്കും സാർ. ചെങ്ങാടത്തിലോ? അതിന് ചെങ്ങാടമൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അത് മുതല കടിച്ച് മുക്കിക്കാണ് സാർ. എവിടാ കുടുങ്ങിയത്? ദാ ആ കാണുന്ന ഐലൻഡിലെ മരത്തിലാണ് സാർ. ഐലൻഡാണോ? അവരെന്തിനാ അവിടെ പോയത്? എനിക്കിപ്പോ പൂ പറിക്കാൻ. പൂ പറിക്കാനോ? ആ ഉണങ്ങിയ മരത്തിലോ? സാറേ അതല്ലല്ലോ ഇപ്പൊ വിഷയം. അവരെ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ഇപ്പോഴും ആ മുതല അവിടെ തന്നെ നിൽക്കുക. മുതലയും ഉണ്ടോ? മുതലയെ നമുക്ക് വെടിവെച്ചാലോ? ഞാനൊന്ന് SP വിളിച്ചോട്ടെ. സർ, ഞാൻ SI വിശ്വംഭരനാണ് സർ. മനസ്സിലായടോ, പറയേ. സർ, ഈ ഫോറസ്റ്റിലെ ഓൾഡ് ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ഐലൻഡിലെ രണ്ടുപേര് കുടുങ്ങി കിടക്കുകയാണ് സർ. അവിടെ ഒരു മുതലയുണ്ട് സർ. മുതലയെ വെടിവെക്കാൻ പറ്റിയ ഷൂട്ടേഴ്സിന് ആരെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുമോ സർ? താനാദ്യം ആ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കേ. പിന്നെ ലോക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മുതലേ വിരട്ടി ഓടിക്കലോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടാണ് സാർ ഇങ്ങോട്ട് പോകുന്നത്. അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടോ സാർ? ഓക്കെ, അവിടുത്തെ സിറ്റുവേഷൻസ് അപ്പാപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ശരി സാർ, അറിയിക്കാം. ശരി സാർ. വിളിച്ചതവത്ത് ഈ ഫയർഫോഴ്സോടെ വരട്ടെന്ന SP പറയുന്നത്. ഇവിടെ ഒരു ബോട്ടോ വള്ളമോ വല്ലതും കിട്ടുമോ? ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നില്ല, അതെവിടെയാ? അത് പഴയതാണല്ലോ സാർ, 5-8 വർഷമായി വെള്ളത്തിൽ ഇറക്കിയിട്ട്. അത് സാരമില്ല, അതൊരു ബോട്ടാണല്ലോ. ബോട്ടാണ് എവിടെ ഇട്ടിരിക്കുന്നത്? അത് ആ ഷെഡിലുണ്ട്. ഒരു ബോട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. വരും 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 വരും, കമോൺ കമോൺ. ഇത് കുഴപ്പമില്ലല്ലോ, കുറച്ച് പെയിന്റ് പോയിട്ടുള്ളതല്ലേ ഉള്ളൂ. നല്ല കണ്ടീഷനാ. ഇത് മതി, ഇത് മതി. അതെ, നിങ്ങളിങ്ങ വന്നേ. ഒന്ന് ഓടി വാടോ. പിന്നെ ഇതിനൊന്ന് തള്ളി വെള്ളത്തിലോട്ട് ഇറക്കണം. അതെ, നമ്മുടെ സ്റ്റോറിൽ വല്ല ഉരുളൻ തടിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. വരൂ, നമുക്ക് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് ചെല്ലാം. അല്ല DFO, ഈ മുതലയുടെ സൈക്കോളജി എങ്ങനെയാ? നമ്മൾ വല്ല പാട്ടിയോ മറ്റോ വെച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിയ അത് പിന്മാറുമോ? അത് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താണോ സർ? ദേ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവുമോ ഇവിടെ?
ഏത് മരത്തിലാ കുടുങ്ങിയത്? അതാണ് മരം. ഓഹോ, വന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മുതല അവിടെ കിടപ്പുണ്ട്. മുതലേ? അല്ല, അത് കുഴപ്പമില്ല. നിങ്ങളതിൽ വാട്ടർ ഉണ്ടല്ലോ, അതിറക്കണം. നമുക്ക് വലിയ വെടിവെച്ച് വിരട്ടിയോ പാട്ട് കൊട്ടി ശബ്ദം ഉണ്ടാക്കിയോ അതിന് ഓടിക്കാം. വാട്ടർ ഡിങ്കിയാ? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പോലുമില്ല, പിന്നല്ലേ ഞങ്ങളുടെ അടുത്ത്. പിന്നെന്തിനാ വലിയ ലാറിയും കൊണ്ടിങ്ങോട്ട് പോകുന്നത്? ലോറി അല്ല, എഞ്ചിൻ. എഞ്ചിൻ കൊണ്ടുവന്നതിന് പല ഉദ്ദേശങ്ങളും കാണും. വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ വെള്ളത്തിന് നടക്കണമെന്ന്. ഇപ്പൊ നമ്മള് കുറ്റക്കാരായി. മരത്തിൽ കുടുങ്ങിയവർ രക്ഷിക്കാനായിട്ട് ഇതാ റോപ്പുണ്ട്, കട്ടറുണ്ട്, വണ്ടിയിൽ ലാഡറുണ്ട്. അപ്പൊ വാട്ടർ ഡിങ്കി ഇല്ല? ഇല്ല ഇല്ല ഇല്ല. ശരി, റോപ്പ്, കോപ്പ്, ലാഡർ, ആവശ്യമില്ലാത്ത എല്ലാം. ആവശ്യമുള്ള വാട്ടർ ഡിങ്കി ഇല്ല. ഞങ്ങളുടെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെച്ചോണ്ട് കാര്യമില്ല. രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് സംവിധാനങ്ങൾ? മരത്തെ കുടുങ്ങരെ രക്ഷിക്കേണ്ട നിങ്ങളുടെ പരസ്പരം മലക്കടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ഡിങ്കി ഇല്ല. ഡിങ്കി ഇല്ലാതെ ഇവർ വന്നിരിക്കുന്നത്. ഡിങ്കി ഇല്ലേ? അല്ല, ഡിങ്കിയോ? അതെന്താ? എയർ നിറക്കുന്ന ബലൂൺ ബോട്ട്. ഓ, അതില്ലാതെ എങ്ങനെ അക്കരയ്ക്ക് എത്തും? അപ്പൊ ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട്? ഇവിടെ ബോട്ടൊന്നുമില്ല. ഒരു ബോട്ടുണ്ട്, ബോട്ടിനേക്കാൾ വലിയ ഓട്ടയുമായിട്ട്. എന്നാ വല്ല വള്ളമായാലും മതി. മണൽ വരുന്ന വെള്ളമില്ലേ, അത് കിട്ടിയാലും മതി. അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. മണല് വരുന്ന വെള്ളത്തിലൊക്കെ ഇപ്പൊ എവിടെ പോവാനാ? കുറച്ചു നാളായിട്ട് ചിലരൊക്കെ പണി മണല് പിടിക്കലും പിടിച്ച മണല് വള്ളത്തോടെ പുഴയില് താത്തലും അല്ലേ. പിന്നെ എവിടെയാണോ മണല് വാരണ വള്ളം? അല്ല, ഈ വള്ളം ഇല്ലാണ്ട് എങ്ങനെയാ മുതലേ പിടിക്കുക? മുതലേനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോടോ, ഞങ്ങൾ കാണിച്ചാൽ എങ്ങനെ പിടിക്കണമെന്ന്. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എനിക്കറിയാം മുതലേ എങ്ങനെ പിടിക്കണമെന്ന്. പിടിക്കും. ഒരു കൊടിച്ചിപ്പട്ടീനെ പിടിക്കാൻ കഴിവില്ലാത്ത താനാണ് ഇനി മുതലേനെ പിടിക്കാൻ നടക്കുന്നത്. കൊടിച്ചിപ്പട്ടി നിന്റെ അച്ഛന്റെ ക്രമസമാധാനം പാലിക്കുക. ഇതെന്താ നിയമസഭ? താനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഈ തോക്കും തൂക്കിയിട്ട് എടുത്ത ജന്തുവിനെ വെടിവെച്ച് കൊല്ലണോ? ഈ തോക്ക് ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിരിക്കുകയല്ല. ഇവിടെ നിന്ന് വെടിവെച്ചാൽ റേഞ്ച് കിട്ടത്തില്ല. അഥവാ റേഞ്ച് കിട്ടിയാൽ തന്നെ ഇതിന്റെ ഉണ്ട് ആ മുതലയുടെ തൊലി തുളച്ച് അകത്ത് കയറത്തില്ല. അല്ലെങ്കിലും തന്നെ കൊണ്ടൊന്നും ഒരു ചുക്ക് നടക്കില്ല. വെറുതെ തോക്കും തൂക്കിയിട്ട് തേരാ പറഞ്ഞ എടോ, ഒരിക്കലെങ്കിലും തോക്ക് പറയുന്ന ഊരിയാലേ അറിയുള്ളൂ അതിന് റേഞ്ച് ഉണ്ടോന്ന്. റേഞ്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെടിവെച്ചാ മതിയാ? നല്ല ആൾക്കാരാ വെടിവെക്കുന്നത്. മുതലായിരിക്കില്ല ചാവുന്നത്, നമ്മളായിരിക്കും. വെടികൊണ്ട് ചത്താലും കുഴപ്പമില്ല, പക്ഷെ മുതല പിടിക്കുന്ന കാര്യം ഓർത്താ അതൊന്നും വേണ്ടി വരൂല. ഒരു തുള്ളി വെള്ളം കിട്ടാതായിരിക്കും അന്ത്യം. ഒന്ന് ചുമ്മാതിരിക്കോ? അതൊക്കെ മറന്നു വരുമായിരുന്നു. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ചുറ്റിനും വെള്ളം. കുടിക്കാനാണെങ്കിൽ വെള്ളം താഴെ കവറിലും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ പണ്ടാരത്തിന് പകരം ആ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു തിന്നാനെങ്കിലും പറ്റുമായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. തൊലയാനായിട്ടൊരു മുതലേ. പതുക്കെ ഇറങ്ങി ആ കവറിങ് എടുത്താലോ? ശരി, നീ ഇറങ്ങിയെടുക്ക്. അയ്യോ, എനിക്ക് പറ്റില്ല. നീ ഇറങ്ങിയെടുക്ക്. മുതൽ എന്നെ പിടിക്കട്ടെ എന്നല്ലേ? കയറുകൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടുക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ട് എങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ വലിയൊരു വീശു വല വേണം. മീൻ ഇട്ടുകൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ച് ആഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും. അപ്പൊ തന്നെ വല വീശണം. വല വീശ്! വലയ്ക്കുള്ളിൽ കിടന്ന് മുതല ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്. ചാനലുകാർ വന്നിട്ടുണ്ട്. ചാനലുകാർ വന്നോ? ഓ, ഈ ചാനലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെ വന്നോ? താൻ വയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ശരി ശരി ശരി. ഓക്കെ.
ക്യാമറ കൊണ്ടുവന്നില്ലേ? ക്യാമറ ഒക്കെ ഉള്ളിലുണ്ട്. എന്തായി സാർ കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഈ ലൈവ് സെറ്റപ്പുമായി കാട്ടി വന്ന് നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നിന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. എന്തെങ്കിലും നടക്കുമല്ലോ സാറേ? നടക്കുമെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ലൈവ് തുടങ്ങിയോ? എന്റെ ഐഡിയാസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട്. നിങ്ങൾ തുടങ്ങിയോ. പിന്നെ അതെ, എന്നെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തേക്കണം കേട്ടാ. അത് ഞാൻ ഏറ്റു സാർ. ഓക്കെ. കോൺസ്റ്റബിൾ കം. രണ്ടു ചെറുപ്പക്കാരാണ് ഇവിടുത്തെ ഈ ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു വലിയ മുതല അവിടെ വെള്ളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ ദ്വീപിലെ ഒരു മരത്തിൽ കയറിയിരുന്ന് സ്വന്തം ജീവന് വേണ്ടി വിധിയുമായി മല്ലിടുകയാണ് അവർ. ആരൊക്കെയാണ് അവിടെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? സുജി, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നതിൽ ഒരാൾ സ്ത്രീയും മറ്റേത് പുരുഷനുമാണ്. ഫോറസ്റ്റിന്റെ ഓൾഡ് ഗസ്റ്റ് ഹൗസിലെ ഗാർഡ്സ് മീൻ പിടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ചങ്ങാടമാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഉപയോഗിച്ച ചങ്ങാടത്തിന്റെ അവശിഷ്ടങ്ങൾ അക്കരെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കിട്ടിയതായി SI അറിയിച്ചിട്ടുണ്ട്. സുജി, അപകടത്തിൽപ്പെട്ടവരുടെ വിഷ്വൽസ് നമുക്ക് ലഭ്യമാകാൻ സാധിക്കുമോ? തീർച്ചയായും സുജി. ഈ കായലിന് ഏതാണ്ട് മധ്യത്തിലായി കാണുന്ന ദ്വീപിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഉണങ്ങിയ മരത്തിന്റെ കൊമ്പിലാണ് അവർ കയറിയിരിക്കുന്നത്. മുതലയിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നാണ് അവർ ആ കൊമ്പിൽ കയറിയിരിക്കുന്നത്. പ്രശാന്ത്, എന്തിനാണ് അവർ ആ ദ്വീപിൽ പോയത്? അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആണോ എന്ന് തുടങ്ങിയ വിവരങ്ങൾ കൂടി കാഴ്ചക്കാർക്കായി പങ്കുവയ്ക്കാൻ കഴിയുമോ? സുജി, ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ അനുവാദം കൂടാതെ സാധാരണക്കാർ ഇടയ്ക്കിടയ്ക്ക് പ്രവേശിക്കാറുണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഇവിടെ പ്രവേശിക്കുകയും ഫോറസ്റ്റിന്റെ ചങ്ങാടമെടുത്ത് ആ ദ്വീപിൽ ചെല്ലുകയും ചെയ്ത അവർ കമിതാക്കളാണോ എന്ന സംശയത്തിലാണ്. നമ്മുടെ കിരൺ. പ്രശാന്ത്, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? സുജി, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് SI വിശംബരനാണ്. സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ വരാത്തപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല സർവീസും കാണുമെന്ന്. ഇതിനായിരുന്നല്ലേ നീ രാവിലെ വയറുവേദന പറഞ്ഞ് ചാടിയത്? ആരടി തടിയൻ? അതവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നേ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഈ തടിയനെ കിട്ടിയുള്ളൂ. നീ പോടാ. അതിനെത്ര ലൈക്കുണ്ട്? അതെനിക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ, എനിക്കും കൂടി. അതൊക്കെ അവിടെ നോക്കി. പിന്നെ മുതലയുടെ തീരെ അടുത്തേക്ക് പോകരുത്. ശരി സർ, അത് ശ്രദ്ധിക്കും. ഓക്കെ സർ. കുറച്ച് അകലെ നിന്ന് മീൻ എറിഞ്ഞു കൊടുത്താൽ. ഓക്കെ സർ. പിന്നെ നിങ്ങള് എന്ത് പ്രശ്നം ഉണ്ടായാലും റോപ്പിൽ നിന്ന് പിടിവിട്ടേക്കരുത് കേട്ടോ. വയർലെസ് സെറ്റ് എടുത്തോ? എടുത്തു സർ. മുതല എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ച് അപ്പപ്പ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ സർ. എന്നാ ശരി, മൂവ്. മുതലയെ കാണാൻ പറ്റുന്നുണ്ടോ? സാർ, ഞാൻ മുതലയെ കാണുന്നുണ്ട് സാർ. സാർ, ഞാൻ മീനിട്ട് കൊടുക്കട്ടെ സാർ? എറിഞ്ഞു കൊടുക്കണോ? ഓക്കെ സാർ. സാർ, മുതല മീൻ തിന്നുന്നില്ല. തിന്നുന്നില്ലേ? എന്നാ പിന്നെ കുറച്ച് ജിലേബി വാങ്ങിച്ചിട്ട് കൊടുക്കണോ? എടാ, മുതല കാണുന്ന രീതിയിൽ മീൻ ഇട്ട് കൊടുക്കണോ? സാർ, ഞാൻ വീണ്ടും മീനിടുകയാണ്. സാർ, മുതല എന്റെ നേരെ വരുന്നു. സാർ, രക്ഷിക്കൂ സാർ. സാർ, വേഗം വലിക്കൂ സാർ. മുതല പിന്നെ അങ്ങോട്ട് പോയി. വല്ല നടക്കോ? ഒന്ന് കരഞ്ഞിട്ട് പോടോ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികാരികൾ. SI വിശംബരന്റെ പ്ലാനിംഗ് അതിദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരവസ്ഥ സംജാതമായിരിക്കുന്നത്.
പ്ലാനിങ്ങിന്റെ പരാജയം തമ്മിൽ പഴിച്ച് പരസ്പരം കൈകഴുകുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ഹലോ ഹലോ, താൻ എന്തിനാടോ ഈ ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ അല്ല, എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അവര് തന്നെ നല്ല പോലെ നാറ്റിക്കുന്നുണ്ട്. തീക്കൊള്ളി കൊണ്ടാ താൻ തലചോറിഞ്ഞത്. ഞാൻ ആ ഷൂട്ടർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. വെറുതെ ഇനിയും പോലീസിന്റെ മാനം കെടുത്താതെ. ഓക്കെ സാർ. ചാനലുകാരന്മാര് ന്യൂസ് കൊടുത്തവനിട്ട് എന്നെ പണിതോ? പണ്ടാരം വീണ്ടും വന്നു. കവർ ഇറങ്ങിയെടുക്കാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. എന്നാ പിന്നെ ഇറങ്ങി എടുക്കായിരുന്നില്ലേ? അതിന് ഞാനറിഞ്ഞോ ഈ പണ്ടാരം വീണ്ടും വന്ന് കയറുന്നു. അവന്മാരിതിനെ പിടിക്കുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അവന്മാരിതിനെ ഒന്നുകൂടെ കൊണ്ടുവരുന്നെങ്കിൽ ആ കവർ ഇറങ്ങിയെടുക്കായിരുന്നു. നിന്റെ ഒരു കവർ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. സമയം ഒരുപാടായി. അച്ഛൻ എന്നെ തിരക്കി നടക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു പറ. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. കൂട്ടിനൊരു മുഴുത്ത മുതലേ. അല്ല, വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാവുന്നതാണ്. വേണ്ട, ഫോൺ ഓണാക്കിയാൽ ശരിയാവില്ല. ഇപ്പൊ വിളിച്ചാ ഒട്ടും ശരിയാവില്ല. അവിടെ എന്തായോ എന്തോ. ഇവളിത് എവിടെ പോയി കിടക്കുക? വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഒന്ന് വിളിച്ചു നോക്ക്. അരമണിക്കൂർ ട്രൈ ചെയ്യുക. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്നാ അവളുടെ ഓഫീസിൽ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. ഓഫീസ് നമ്പർ നിനക്കറിയോ? ഇല്ല. പിന്നെ അങ്ങനെ അവര് വന്നു തോന്നുന്നു. വേഗം റെഡിയാക്ക. വരൂ വരൂ, അകത്തിരിക്കാം. വരൂ. അമ്മ മോളെവിടെ? മോൾക്ക് അർജന്റ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പം ചെത്തും. പണ്ടത്തെ പോലെ അല്ലല്ലോ. പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാനും വീട്ടിലില്ലായിരുന്നു. എല്ലാരും എത്തിയതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് വന്നത്. അതെ, ടൈപ്പ് പഠിക്കാൻ പോയിട്ട് വന്നതാ. അല്ല, ഇനി മോള് കൂട്ടുകാരികളുമായിട്ട് സിനിമയ്ക്കോ കറങ്ങാനോ മറ്റോ പോയതാണോ? ഏയ്, അവൾ അങ്ങനൊന്നും പോവില്ല. ഒറ്റ മോളാണെങ്കിലും അധികം ഫ്രീഡം ഞാൻ കൊടുക്കാറില്ല. അതെ അതെ, മോളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഒന്ന് പുറത്തോട്ട് പോണെങ്കിൽ കൂടിയും അച്ഛനോട് ചോദിക്കും. പിന്നെ അവക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. വൈകിട്ട് ഞങ്ങൾക്ക് ശ്രീ ഗണേഷ് മാധവൻ സ്വാമിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ധൃതി വെക്കാന്ന് കരുതരുത്, സാരമില്ല, സമയത്ത്. ആ സ്വാമിയല്ലേ ഏതോ കേസിലോ പറ്റോ? അതൊക്കെ അസൂയക്കാരുണ്ടാക്കി പറയുന്നതാ. സ്വാമി പറയുന്ന പോലെ ചെയ്താ എല്ലാം നമുക്ക് അനുകൂലമായേ വരും. സ്വാമി പറഞ്ഞ പൂജകൾ ചെയ്തിട്ടല്ലേ അവന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുപോലെ ദുർഗാക്ഷേത്രത്തിൽ 3 കലം പൊങ്കാല ഇടാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കിട്ടിയില്ലേ 3 വിക്കറ്റ്. അടുത്ത കളിക്ക് മുമ്പ് കാളിക്ഷേത്രത്തിൽ 101 കലം പൊങ്കാല ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കളി 10 പേരല്ലേ ഉള്ളൂ. അതിനല്ല, പെട്ടെന്ന് 100 വിക്കറ്റ് തികയ്ക്കാനാ. അങ്കിൾ, ആ TV ഒന്ന് വെക്കാമോ? ഇന്ന് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടേ. അതെ, ഇത്തവണത്തെ മലയാളി ഐക്കൺ ഓഫ് ദി ഇയർ എന്റെ മോനാ. അതിന്റെ ഇന്റർവ്യൂ ആ. ഫാമിലി ഇന്റർവ്യൂ വേണമെന്ന് അവര് നിർബന്ധം പിടിച്ചതാ. പക്ഷേ എനിക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല. ആക്ച്വലി എനിക്ക് ഈ റെക്കോർഡഡ് ഇന്റർവ്യൂസ് ഒന്നും ഇഷ്ടമില്ല. എന്റെ മാച്ച് എല്ലാരും ലൈവായിട്ടല്ലേ കാണുന്നത്. അപ്പൊ പിന്നെ ഇന്റർവ്യൂ അങ്ങനെ തന്നെ വേണ്ടേ? ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ലൈവ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ശ്രീയാ. നമ്മുടെ അഭിമാനമല്ലേ ഇവൻ. ഈ നാട്ടിൽ വേറെ ആരാ ലൈവിൽ വന്നിട്ടുള്ളത്? അമ്മാവാ. കുടുങ്ങിയ കവിതാക്കളെ രക്ഷപ്പെടുത്താൻ ഒരു ഷാർപ്പ് ഷൂട്ടർ എത്തുന്നു. മുതലയെ കൊലപ്പെടുത്താതെ അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഇപ്പോഴെങ്കിലും നന്നായി. വെള്ളവും ഭക്ഷണവും കിട്ടാതെ മണിക്കൂറുകളായി അവർ അവിടെ കുടുങ്ങിയിട്ട്.
അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭ്യമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തിനാണ് അവർ ഇവിടെ വന്നതെന്ന് പോലും അറിയാനാകാതെ നിൽക്കുകയാണ് പോലീസും അധികാരികളും. അത് നിന്റെ കൂട്ടുകാരനല്ലേ കിരൺ? ഈ തെണ്ടി ലൈവിലാ. ഓഹോ, അപ്പൊ നിനക്ക് ലൈവാണോ പ്രശ്നം? അവൻ നിന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മോക്ക് നല്ല അച്ചടക്കം. മരം കയറി പെണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. മിണ്ടാതിരിക്കെ, എന്താ പറ്റി നോക്കട്ടെ. ഷാർപ്പ് ഷൂട്ടർ സുരേഷ് ആണ് മുതലയെ നേരിടാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നരഭോജികളായ 3 മുതലകളെയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം നേരിട്ടിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഷാർപ്പ് ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കഞ്ചിന ഡാമിൽ ജനങ്ങളെ സ്ഥിരമായി ദ്രോഹിച്ചിരുന്ന ഒരു മുതലയാണ് അവസാനമായി വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ എത്തിയാൽ ഉടനെ തന്നെ കമിതാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാം. സാർ, താങ്കൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള മുതലകളിൽ നിന്നും ഈ മുതലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഞാനതിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ തൽക്കാലം വഴിമാറ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. തൽക്കാലം വഴിമാറ്. ഹലോ, ഐ ആം SI സുരേഷ്, ഷാർപ്പ് ഷൂട്ടർ. ഐ ആം SI വിശ്വംഭരൻ, അത്രയ്ക്കങ്ങ് ഷാർപ്പ് ഷൂട്ടർ അല്ല. ഈ മുതല നിലവിലെവിടെ ഉള്ളത്? ആ കാണുന്ന ഐലൻഡില്ല, അതിങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായിട്ട് കിടക്കുക. ഈ മുതല നരഭോജി ലിസ്റ്റിൽ പെട്ടതാണോ? അല്ല, ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ ആളെ കൊല്ലാൻ കിടക്കുകയല്ലേ. അതുകൊണ്ട് കാര്യമില്ല. ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. ലിസ്റ്റിൽ ഇല്ലാത്ത മുതലേ വെടിവെച്ചാ ഞാൻ കോടതി കയറി ഇറങ്ങണം. അത് പിന്നെ മുതലേ വെടിവെക്കാൻ SP യുടെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. വൈൽഡ് അനിമല, വന്യജീവി, വലിയ കേസാവും. ഇത് ഫയർഫോഴ്സ് ഓഫീസർ, ഇത് DFO. ഈ മുതല മാനിറ്റേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ മുതല തന്നെയാണോ? അതെങ്ങനെയാ അറിയുന്നത്? ഇവിടെ വേറെ ആരും മുതലേ കണ്ടിട്ടില്ല. അല്ലെങ്കിലും ഇതിപ്പോ ആളെ പിടിക്കാൻ നിൽക്കല്ലേ. പിടിക്കാൻ നിന്നാ പോരാ, ആരെങ്കിലും കടിക്കണം, എങ്കിലേ പറ്റൂ. മുമ്പ് നാട്ടിലിറങ്ങിയ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച പുലിയെ ഞാൻ വെടിവെച്ചു കൊന്നു. അതിനെ 3 വർഷമാണ് ഞാൻ കോടതി കയറി ഇറങ്ങിയത്. ഒന്നെങ്കിൽ മുതലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ കളക്ടറെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. ഇതൊന്നില്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല സാറേ. നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യൂ സാറേ. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടെന്നോ? സമയം എത്രയെന്ന് അറിയോ? എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കളക്ടറുടെ ഓർഡർ ഉണ്ടെങ്കിൽ അയാൾ വെടിയിക്കുള്ളൂ. ഓ, കളക്ടറുടെ ഓർഡറിനൊക്കെ ഈ നേരത്തെ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അത് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണ്ടേ? ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എന്തായി, സംസാരിച്ച് ഓക്കെ ആക്കിയ? അല്ലെങ്കിൽ വേണ്ട, താനാ SP ഒന്ന് വിളിക്ക്. പുള്ളി പറഞ്ഞ അയാൾ കേൾക്കും. ശരി. സാർ, ഞാൻ SI വിശ്വംഭരനാണ് സാർ. എന്താടോ, സുരേഷ് എത്തിയില്ലേ? എത്തി സാർ, പക്ഷെ പുള്ളി വെടിവെക്കാൻ കൂട്ടാക്കുന്നില്ല സാർ. അതെന്താ? അല്ല, ഈ മുതല നരഭോജികളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് പുള്ളിക്കൊരു സംശയം. ലിസ്റ്റിലുണ്ടെന്ന് DFO ഉറപ്പ് കൊടുത്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല സാർ. ഇപ്പൊ കളക്ടറുടെ ഓർഡർ ആണെന്നാ പുള്ളി പറയുന്നത്. താനാ ഫോണിന് അയാൾക്ക് കൊടുത്തേ. ശരി സാർ. സംസാരിക്കേ. ആരാ? ആന്റണി സാറാ, SP. സാർ, താനെന്താ ഇവിടെ കാട്ടുന്നത്? സാർ, ഈ മുതല ലിസ്റ്റിലുണ്ടോന്നൊരു സംശയം, അതാ. എടോ, എന്തായാലും ഒരു മുതല ലിസ്റ്റിലുണ്ട്. ഇനി അഥവാ അത് ഇതല്ലെങ്കിൽ തന്നെ ലിസ്റ്റിലുള്ള മുതല ഇതാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പോരെ? അപ്പൊ അത് ഇനി എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല സാർ. വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. രാത്രിയായ പിന്നെ ബുദ്ധിമുട്ടാവും. ശരി സാർ, ഞാനിപ്പോ തന്നെ തുടങ്ങാം.
I'm ready. എന്നാ തുടങ്ങാം. വരൂ. എന്തത്? ഏത്? അത് വാർപ്പ്. വാർപ്പാ? ആ. ബോട്ട് എവിടെ? ബോട്ടാ? അതിൽ പോവാൻ ഒരു കുഴപ്പമില്ല. ഇതിലെങ്ങനെയാ മുതലായിട്ട് അടുത്തേക്കാ പോണേ? നിങ്ങൾ എന്തിനാ കളിയാക്ക? ഒരു കുഴപ്പമില്ല. ദാ ഇയാൾ ഇപ്പൊ പോയി വന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ പെട്ടെന്ന് വലിച്ചടിപ്പിച്ചോളാം. ദേ റോപ്പ് ശ്രദ്ധിച്ച് പിടിച്ചോളണേ. വയർലെസ് സെറ്റല്ലേ കൈ ഇരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന്. എന്തൊരു കഷ്ടം ഇത്. ഇത്ര നേരമായിട്ടൊരു ബോട്ട് വേണ്ട, ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇത് എന്നെ സംഘടിപ്പിക്കാൻ പറ്റ പാട് ഞങ്ങൾക്കറിയാം അല്ലേ? അല്ല, വാർപ്പുകൾ വേണമെങ്കിൽ ഇനി സംഘടിപ്പിക്കാം. എന്തിനാ ബിരിയാണി വെക്കാനാ? ഇയാള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയ തനിക്ക് പറ്റിങ്ങി ചെയ്യാൻ കളഞ്ഞിട്ട് പോ. പ്രസിഡന്റ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതിലൊന്നും കയറി വെടി വെക്കാൻ പറ്റില്ല. എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ? വെറുതെ കാലുവാരി കസാരകളി നടത്തുന്ന പോലെ അല്ല. ഒന്ന് പിഴച്ചാ ജീവൻ പോവും. കാർന്നൂര് കളിക്കാൻ വന്നേക്കണം. മെനക്കെടുത്താ പോടോ. പ്രസിഡന്റ് അവന്റെ തോക്കാണിരിക്കുന്നത്. വെടിവെച്ചാൽ ഏത് പ്രസിഡന്റും ചാവും, മറക്കണ്ട. ശരി, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഈ പണിക്കർക്ക് സർക്കാരിലുള്ള ഹോൾഡ് എന്താണെന്ന് അറിയിച്ചു തരാം. പ്രസിഡന്റ്, അതെ, വോട്ടും കുന്തമൊന്നും കിട്ടാത്ത ഒരു മുടിഞ്ഞ നാടായത്. നേരത്തെ അയാൾ അതിൽ കയറി പോയിട്ട് വന്നതാ. ഒരു കുഴപ്പമുണ്ടായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സെറ്റ് ഇരിക്കില്ലേ, വിളിച്ചു പറഞ്ഞാൽ മതി. വടമൊക്കെ ശരിയാക്കിയിട്ടിരിക്കില്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. പൊയ്ക്കോളൂ. എനിക്ക് തോന്നുന്നില്ല ഇതിൽ പോയാൽ ശരിയാവുന്നു. മുതൽ ആ 2 പിള്ളേരെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുക. നിങ്ങളെ ശ്രദ്ധിക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. പൊയ്ക്കോളൂ. എന്താ ഇതൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് നീന്താനറിയാം. അതൊക്കെ മാറ്റി പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവട്ടെ. ഇതെന്താ വല്ലാത്തൊരു മണം? ബിരിയാണി ചെമ്പാണ് സാർ. സാർ എന്തത്? തുഴയാനാണ് സാർ. തള്ളി വരോ? സുരേഷ്, ഇനി അടുത്തേക്ക് പോണ്ട. ഞാനിതാ വെടിവെക്കാൻ പോകുന്നു. ആരവിടെ വാർപ്പനക്കുന്നേ? ഇവിടെ ആരും വാർപ്പനക്കുന്നില്ല. അത് കാറ്റുകൊണ്ട് അനങ്ങിയതായിരിക്കും. കാറ്റൊന്ന് നടക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യൂ. എവിടെ നോക്കിയാണോ വെടിവെക്കുന്നത്? ഞങ്ങളിപ്പോ ചത്തേനെ. മുതലേക്ക് കൊണ്ടെന്ന് തോന്നുന്നു. സുരേഷ്, മുതലേക്ക് കൊണ്ടോ? കൊണ്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാം. മുതലേ കാണുന്നുണ്ടോ സുരേഷ്? ഞാനൊന്ന് നോക്കട്ടെ.
സുരേഷ് കേൾക്കാമോ? സുരേഷ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എങ്ങോട്ടാണ് തൈ വലിഞ്ഞു കയറുന്നത്? ഇവിടെ സ്ഥലമില്ല. പോയി വെടി വെക്കണോ? എവിടെ നോക്കിയാണോ വെടി വെക്കുന്നത്? കുറച്ചും കൂടെ മാറുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിന്. താനൊക്കെ എവിടുത്തെ വേട്ടക്കാരനാണോ? വേട്ടക്കാരൻ എന്റെ തന്ത. ഞാൻ പോലീസാ, SI ഷാർപ്പ് ഷൂട്ടർ സുരേഷ്. ചുമ്മാ അതല്ല മുതലേക്ക് കൊള്ളാത്തത്. വെടിവെക്കാറുണ്ടെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു കമ്പനി തരാൻ വേണ്ടി വന്നാടാ. ആണാ? നന്നായി. ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങള്? ഇപ്പൊ നാട്ടിലെ വിശേഷം നിങ്ങളല്ലേ ടിവിയിൽ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കല്ലേ കേരളം മുഴുവനും. ലൈവായി കാണിക്കുന്നോ? ശരിക്കും TV കയറി പേരെടുക്കാന്ന് വെച്ച് ചാടി കയറിയതാ. ഇപ്പൊ അബുദായത്. കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നീന്തിരുന്നെങ്കിൽ പേരിന് വരെ ശാപം എടുത്തേനെ. നിർത്തടാ. ഇനി നീ ഇവിടെ നിന്ന് വാ തുറന്നാ പിടിച്ച് ഞാൻ ആ മുതലേക്ക് ഇട്ട് കൊടുക്കും. അമ്മി ഇയാളൊരു ജോസ് പ്രകാശ്. അപ്പൊ എന്റെ അച്ഛൻ ഇതൊക്കെ കണ്ടു കാണോ? കണ്ണിലിങ്ങ കണ്ടു കാണത്തില്ല. എന്തോടോ നിത്യ? ഈ പെണ്ണിന്റെ ബോധം പോയോ? നിത്യ നിത്യ എന്റെ അച്ഛനെല്ലാം അറിഞ്ഞു കാണോ? ചിലപ്പോ നമ്മളെ രക്ഷിക്കാനായിരിക്കും. രക്ഷപ്പെടണം രക്ഷപ്പെടണം. അല്ലെങ്കിൽ വേണ്ട. ഒടുവിൽ പട്ടാളം ഇറങ്ങുന്നു. ഭയങ്കരനായ മുതലയെ നേരിടാൻ പട്ടാളം തന്നെ വരേണ്ടിയിരിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പട്ടാളം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് അവർ സമ്മതം മൂളിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കഴിവുകേടല്ല. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് മിലിറ്ററിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ ജില്ലയിലെ 2 ഫോഴ്സുകൾക്കും ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രിയ, എപ്പോഴാണ് മിലിറ്ററി എത്തിച്ചേരുന്നത്? സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ള ഉപകരണങ്ങളുമായിട്ടാണോ അവർ എത്തിച്ചേരുന്നത്? അതേ വേണു. ബോട്ട്, തോക്ക് തുടങ്ങി സകലവിധ സന്നാഹങ്ങളുമായിട്ട് തന്നെയാണ് അവർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവരെ എപ്പോൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ വ്യക്തതയുമില്ല. രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അവരെ കരക്കെത്തിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വേണു, പ്രിയ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വേണു, ക്രിക്കറ്റ് താരം ശ്രീരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ സന്ദർശനം? അങ്ങനെയൊന്നും അല്ല. അപകടത്തിൽപ്പെട്ട നിത്യ എന്റെ ഫാമിലി ഫ്രണ്ടാണ്. സംഭവങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി വന്നാണ്. ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബ സുഹൃത്ത്. പിന്നെ പരിശീലനത്തിന് പോകാതെ ഷോപ്പിങ്ങിനും മറ്റുമായി കറങ്ങി നടക്കാനാണ് പുതിയ താരങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ മുൻ കോച്ച് താങ്കളെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. കറക്റ്റായി പ്രാക്ടീസിന് വന്ന ആള് തന്നെയാണ് ഞാൻ. മറ്റു താരങ്ങൾ ചിലപ്പോൾ കോച്ച് പറഞ്ഞാലായിരിക്കും. അതെ സാർ. സാർ, എന്റെ മോക്ക് എന്താ പറ്റിയത്? അവൾ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാടോ ഇത്? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാ. ഓ, നിങ്ങളാണല്ലേ? അതെ. ആ കൊച്ചു അതിന്റെ കാമുകനുമായിട്ട് വല്ല മുതലമടയിലും ചെന്ന് കയറിയാലും ഞങ്ങൾ എന്ത് ചെയ്യാനാ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരിക്കും. മിലിറ്ററി ഇപ്പൊ ഉടനെ എത്തും. സോറി, നോ മോർ ക്വസ്റ്റ്യൻസ്.
സർ അമ്മയുടെ ഭക്തിയാണ് താങ്കളെ രക്ഷിക്കുന്നതെന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നന്നായി കളിച്ചുകൊണ്ടാണ് ടീമിൽ കയറാനും തുടരാനും സാധിക്കുന്നത്. അല്ലാതെ ഭക്തി മാത്രം കൊണ്ടെല്ലാം നേടാൻ പറ്റും? സർ, ഗണേഷ് മാധവൻ സ്വാമിയുടെ ഭക്തനാണ് താങ്കൾ എന്ന് പറയുന്നത്. ഏത് ഗണേഷ് മാധവൻ? അമ്മ ഒന്ന് മാറന്റെ കൊച്ചെ. സാർ, എന്താണ് എസ് പിയുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണ്? മിലിറ്ററി വരുന്ന കാര്യം ഐലൻഡിലുള്ളവരെ കൂടി അറിയിക്കണമെന്ന്. അതെന്തിനാണോ ഇനിയിപ്പോ എല്ലാരെയും കൂടി അറിയിക്കുന്നത്? സാർ, ഇതൊന്നും അറിയാതെ അവർ വല്ല റിസ്ക് എടുത്ത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് പെട്ടാലോ? എന്നാ ഒരു കാര്യം ചെയ്യും, താൻ ചെന്നൊരു വാർപ്പെടുത്തുണ്ടോ? സാർ, ഞാൻ അതിൽ കയറി തുഴഞ്ഞ് അക്കരെ ചെന്ന് പറഞ്ഞിട്ട് വരാം. എന്തേ സാർ, വാർപ്പ് റെഡിയാണ് സാർ. പോയി മെഗാഫോൺ എടുത്തോണ്ട് പാടോ. ശരി സാർ. കോപ്പ്. ഹലോ ഷൂട്ടർ, നിങ്ങൾ ഇനി ഒരു ചെറിയ മൂവ്മെന്റ് പോലും നടത്തരുത്. ഉടൻ തന്നെ മിലിറ്ററി റെസ്ക്യൂ ടീം ഇവിടെ എത്തിച്ചേരും. ഇനി പേടിക്കാനൊന്നുമില്ല. കുറച്ചു സമയം കൂടി കാക്കൂ. നിങ്ങളുടെ ഒരു ചെറിയ നീക്കം പോലും മുതലയെ പ്രകോപിപ്പിക്കും. ഓ, ഇനി ഞങ്ങൾ പ്രകോപിച്ചിട്ട് വേണമല്ലോ. ആരും അനങ്ങുകയോ മുതലയെ എറിയുകയോ ചെയ്യരുത്, പ്ലീസ്. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛൻ ഇവിടെ ഉണ്ട്. എന്തിനു മോളെ നീ ഇങ്ങനെ ചെയ്തത്? എല്ലാവരും സംയമനം പാലിക്കുക. അയ്യോ അച്ഛൻ. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങുന്നതാണ്. അതുവരെ എല്ലാവരും ശാന്തരായിരിക്കുക, പ്ലീസ്. കേട്ടില്ലേ? അച്ഛൻ എല്ലാം അറിഞ്ഞു. ഇവനാ എല്ലാത്തിനും കാരണം. അത് ഞാൻ ചെയ്തെന്നാ? നീയല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അത് ശരി, കൂട്ടിക്കൊണ്ട് വന്നതായപ്പോ കുറ്റം. അല്ലാതെ അതിരാവിലെ വിളിച്ചോണത്തി ഇവിടെ അച്ഛൻ കാണാത്തടത്തി കൊണ്ടുവന്ന് പറഞ്ഞില്ലല്ല. എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് പറഞ്ഞ ഈ കാട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് വരുന്നേ? ഇവിടെ വന്നപ്പോ ബ്യൂട്ടിഫുൾ ആണ്, റൊമാൻറ്റിക് ആണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ഓരോ കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിച്ചിട്ട് കൈയൊഴിഞ്ഞാ മതിയല്ലോ. അത് ശരി, ആരാ കൈയൊഴിഞ്ഞ്? കണ്ടാന്ന് തന്നെ നല്ലൊരു പണിയൊന്നും കൈയൊഴിഞ്ഞ ആരാ? ഒന്നുമില്ല, ഞാൻ കൂടെ എന്നില്ലേ. ഓഹോ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാണല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കേ. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അല്ല, ഈ ദ്വീപിൽ വരണമെന്ന് പറഞ്ഞ ആരാ? എന്ന് പറഞ്ഞ് ഇവിടെ മുതലുണ്ടെന്ന് എനിക്കറിയായിരുന്നോ? ഓ പിന്നെ, എനിക്കറിയായിരുന്നല്ലോ. അതെനിക്ക് എങ്ങനെ അറിയാം? നീ നിർത്തടാ. നിങ്ങൾക്ക് പ്രേമിക്കാരെന്തിനാ ഈ മരച്ചിലേക്ക് കെട്ടിയെടുത്തേ? നിങ്ങൾക്ക് വല്ല റൂം എടുക്കായിരുന്നില്ലടാ? അവിടെയും വരുമല്ലോ നിങ്ങള് പിടിക്കാൻ. ഒരു കേറ്റിയല്ലേ? ബാക്കിയുള്ളവൻ ഭാര്യനും കുട്ടീനും കാണാൻ പറ്റുമെന്നുള്ള ടെൻഷനില്ല. അപ്പോഴാ അവന്റെ ഒക്കെ ഒരു മുടിഞ്ഞ പ്രേമം. ഇനി രണ്ടുപേരും ഇവിടെ നിന്ന് ചലച്ചാണ്ടല്ലോ. ഞാൻ ഇപ്പൊ പ്രശ്നം മുഴുവൻ ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അതെ, അതിന് ഞാനാണ് തുടങ്ങിയത്. അതിന് നിനക്കെന്താ പ്രശ്നം? എന്റെ വീട്ടുകാരല്ലേ അറിഞ്ഞോളൂ. ഓ പിന്നെ, ഒരു വീട്ടുകാര് നാട്ടിലുള്ള സകലരും പറഞ്ഞു. ഇനി എങ്ങനെ ഞാൻ പുറത്തേക്ക് നടക്കും? ഓ, അല്ലെങ്കിൽ തന്നെ ഭയങ്കര അഭിമാനത്തോടെ തലയുയർത്തി നടക്കുമായിരുന്നല്ലോ. നല്ല അഭിമാനത്തോടെ തലയുയർത്തി തന്നെ നടന്നുകൊണ്ടിരുന്നേ. ഒരുമാതിരി വൃത്തിയെ തല ഓടിച്ചാണ്ടല്ലോ. ചവിട്ടി കയറി തരും ഞാൻ. നീ പോടാ, നീ പോടി, നീ പോടാ, പോടി, നീ പൊടുത്തടിയാ, നീ പോടി എരുമി. ഒന്ന് നിർത്തടാ. ഞാൻ മരച്ചില്ലേ കെട്ടി തൂങ്ങി ചാവും. താൻ എന്തെങ്കിലും കാണിക്കണോ? പെട്ടെന്ന് കയറി വാ. മുതല വരണ്. ഒന്ന് എണീക്കാൻ. ഹലോ സുരേഷ്, സുരേഷ്, ആ തോക്കെടുത്ത് അതിനെ വെടിവെക്കൂ. ഒന്ന് ഇറങ്ങി വേണോ? ഇതിനൊന്ന് വെടിവെച്ച് കൊല്ലേ. ഒന്ന് ചെല്ല് വേഗം. ഒന്ന് ഇറങ്ങി വേണോ ഇങ്ങോട്ട്? എന്റെ പൊന്നെ, എടോ ഒന്ന് ഇറങ്ങി വരാൻ പെട്ടെന്ന്. ആ മുതലയുടെ വാക്കിനകത്തിരിക്കുന്ന ഉണക്കൊക്കെ പൊടിയുന്നതിന് മുമ്പ് അതിനെ വെടിവെക്കൂ. അല്ല, ഇനിയിപ്പോ എങ്ങനെ അവരെ ഇവിടേക്ക് കൊണ്ടുവരും?
നോക്കാം നമുക്ക്. അത് നമുക്ക് എത്തിക്കാം. നോക്കാം. പട്ടാളം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കരയിലേക്ക് എത്തും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ തോക്കെടുത്ത കിരണിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് തന്നെയും മറ്റു രണ്ടുപേരെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. എന്തുകൊണ്ടാണ് സാർ മുതലേക്ക് വെടി കൊള്ളാഞ്ഞത്? ഒരു വെടിയും ടിവിയും മാറ്റാ. നീ എന്റെ മിഡിൽ സ്റ്റെബിലിറ്റി തന്നെ എറിഞ്ഞില്ലടാ. ആദ്യമായി മുതലേ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത്രയും നേരം താങ്കൾ എങ്ങനെയാണ് അവിടെ കഴിച്ചുകൂട്ടിയത്? താങ്കൾ എന്തിനാണ് ഐലൻഡിലേക്ക് പോയത്? താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ആരാണ്? ആരാ ഇവിടെ? കിരൺ. ഞാനാ. തനിക്കൊരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. എന്തിന്? നരഭോജികളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു മുതലയെ കൊന്നതിന്. അത് ലിസ്റ്റിലുണ്ടെന്നാണല്ലോ എല്ലാരും പറഞ്ഞത്. മുട്ടയിട്ടിരുന്ന ഒരു പെൺമുതലയാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. നിങ്ങൾക്കൊന്ന ഒരു ആൺമുതലയാ. അത് മാത്രമല്ല, അതിന്റെ ആവാസ സ്ഥലത്ത് നിന്ന് കൊന്നു വന്നതാണ് ഒരു കുറ്റം. പിന്നെ ഒരു സിവിലിയനായ നിങ്ങൾ സർവീസ് റൈഫിൾ എടുത്ത് ഉപയോഗിച്ചെന്നുകൊണ്ട് കുറ്റം. ഈശ്വരാ, ഇതിലും ഭേദം മുതല കടിക്കുന്നതായിരുന്നു.